ഞാനും രോഹിതുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങൾക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്? ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണു നിറച്ച് കാണും. എന്താ നിനക്ക് കാണിക്കാനുള്ളത്? ഇതാ നോക്ക്. എന്താ ഇത് രോഹിത്? സത്യമേ, സത്യമായിട്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഞാൻ ഈ പെൺകുട്ടി ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഇന്നലെയാ. പിന്നെ ഈ ഫോട്ടോകൾ? ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. എനിക്ക് നീതി നടപ്പാക്കി തരണം സത്യമേ. രോഹിത്തുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുമായി വന്നാൽ ഇതേ മണ്ഡപത്തിൽ വെച്ച് ഇതേ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തുമെന്ന സത്യമ്മ പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനും മാനത്തിനും വേണ്ടിയിട്ടുള്ള നിലവിളിയാണിത്. അതും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന സത്യമ്മയുടെ വീട്ടുപടിക്കൽ വെച്ച്. വാക്കാണ് സത്യമെന്ന് സത്യമ്മ പറയാറില്ലേ? സത്യമ്മ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിലേക്കായിരിക്കില്ല ഞാൻ പോകുന്നത്. രോഹിത് മറ്റൊരു പെൺകുട്ടിയുമായി ഒന്നിക്കുന്നതിന് മുൻപ് സുസ്മിത ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. ഇത്രയും പേർക്ക് മുന്നിൽ മാനം കെട്ടിട്ട് ഞാൻ എന്തിനു ജീവിക്കണം? ഇങ്ങ് വാ സുസ്മിത. മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ട് എനിക്കൊരു താലിഭാഗ്യം വേണ്ട ഭാമാൻഡി. രോഹിത്തിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ. ഈ ബന്ധം എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ സമാധാനിച്ചോളാം. ഭാമേ, ഇത് മൂന്നാമത്തെ തവണ എന്റെ കുഞ്ഞ്. സരള എന്നോട് ക്ഷമിക്കണം. രോഹിത്, നീ അവിടെ പോയിരിക്കണം. സത്യമേ, സത്യമേ എന്തായി പറയുന്നത്? പറയുന്നത് അനുസരിച്ചാ മതി. അല്ലെങ്കിൽ സത്യഭാമ ആരാണെന്ന് നീ അറിയും. പോയിരിക്കട്ടെ അവിടെ. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട്. മോളിങ്ങോട്ട് ഇറങ്ങ. ചെന്നിരിക്കടാ. സത്യഭാമയ്ക്ക് വാക്ക് തന്നെ ദൈവം. അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ സത്യഭാമയില്ല.
വാ. അപ്പോ ചടങ്ങുകൾ തുടങ്ങാൻ തിരുമേനി. സന്ധ്യ, എന്തിനാടി നീ നോക്കിയത്? നിന്റെ പേര് സുസ്മിത എന്നല്ലേ? ഞാൻ നോക്കിയോ? അത് ചിലപ്പോ സുസ്മിത എന്ന് മാറി കേട്ടതായിരിക്കും. എഴുന്നേക്കടി അവിടുന്ന്. ശാലിനി, സത്യമേ, എനിക്കൊരു 5 മിനിറ്റ് വേണം. ഇവൾ ആരാണെന്നും ഇവളുടെ ഉദ്ദേശം എന്താണെന്നും ഞാൻ തെളിയിച്ചു തരാം. എഴുന്നേക്കടി അവിടുന്ന്. ഓ, എന്താ നീ കാണിക്കുന്നത്? ശാലിനി, നീ എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമില്ല സത്യാമ്മേ. ഇത് സത്യാമ്മയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിട്ടാ. ഈ ആൾമാറാട്ടക്കാരിക്ക് കൂട്ടുനിന്ന് ഒരു കള്ള കല്യാണം നടത്തി കൊടുക്കാതിരിക്കാൻ. ആൾമാറാട്ടക്കാരിയോ? ഇതിന്റെ ജീവിതമാണ്. മിണ്ടി പോരുത് നീ. ഇനി മിണ്ടിയ എന്റെ കയ്യിൽ നിന്ന് മോനിക്ക് നീ. സത്യമേ, ഇവളുടെ പേര് സന്ധ്യ. പഞ്ചായത്ത് ഓഫീസിനടുത്ത് താമസിക്കുന്ന സുധാകരന്റെയും പ്രിയങ്കയുടെയും മകൾ. നിന്റെ ആധാർ നമ്പർ അടക്കം പറഞ്ഞു കൊടുക്കട്ടെടി ഞാൻ. ഇവളിതൊക്കെ എങ്ങനെ? ഇവളെ ഇന്നലെ ഇവിടേക്ക് പറഞ്ഞയച്ചപ്പോഴേ നിനക്ക് പിഴച്ചു സുസ്മിതെ. ആ നിമിഷം മുതൽ ഇവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. എന്നേക്കാൾ വലിയൊരു ഫ്രോഡാ ഈ കളിക്ക് പിന്നിൽ. രോഹിത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് സുസ്മിത. മിണ്ടല്ലേടി, ചുവരുകൾക്ക് പോലും കാതുള്ള കാല. എന്ത് തെളിവ് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് കൂടി നീ ഒന്ന് പറഞ്ഞതാ. ഐഡിയക്കാണോടി ഈ തലയിൽ പഞ്ഞം? ഇത്രയും കാലം പ്രേമിച്ച സുസ്മിതയെ അന്വേഷിച്ച് അവനൊരു താലിയുമായിട്ട് നടന്നു. ഇനിയുള്ള കാലം കെട്ടിയ സുസ്മിതയെ അന്വേഷിച്ച് അവൾ പൊട്ടിച്ചു കളഞ്ഞ താലിയുമായിട്ട് അവൻ നടക്കട്ടെടി.
പിന്നാലെ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേടി, അപ്പം മൊത്തം പൊളിഞ്ഞു. നിന്നെ വേണമെങ്കിൽ എനിക്കിപ്പോ പൊളിച്ചെടുക്കാം. പക്ഷെ ഞാനായിട്ട് അത് ചെയ്യുന്നില്ല. എങ്ങനെയും നിന്റെ കല്യാണം നടത്തുകയാ എനിക്കിപ്പോ പ്രധാനം. സന്ധ്യ എങ്കിൽ സന്ധ്യ. പക്ഷേ രോഹിത്തൊത്തുള്ള ഇവളുടെ ഫോട്ടോസോ? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല സത്യാമ്മേ, വേറൊരാളാ. വിഷ്ണുവേട്ടാ, സുസ്മിതോളെ ഇച്ചിരി ഗ്യാപ്പ് വന്ന് കമല ഒന്ന് ഇയാളോ? ക്ലീറ്റസ് ഇവളായിട്ട് എന്താ ഇടപാട്? അപ്പൊ ക്ലീറ്റസേ, ഇവിടെ എങ്ങനെയാ പരിചയം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാവരും വ്യക്തമായിട്ട് കേൾക്കണം, അതുകൊണ്ടാ. ഈ കുട്ടി ഇന്നലെ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നു. കുറച്ച് ഫോട്ടോകൾ മോർഫ് ചെയ്ത് വേറൊരാളുടെ മുഖമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇയാളുടെ സ്റ്റുഡിയോയിലോ? ഇവക്ക് ഇത്ര ബുദ്ധിയില്ലാതായി പോയോ? ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്തു കൊടുത്തു. മോർഫിങ്ങോ? അതെ, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളിന്റെ മുഖം മാറ്റി വേറൊരാളാക്കാം. ചിലര് സൂപ്പർ സ്റ്റാറുകളെ ഒപ്പം നിൽക്കുന്ന പടങ്ങളുണ്ടല്ലേ, അതിൽ കൂടുതൽ മോർഫിംഗ് ആണ്. പണ്ട് ഞങ്ങൾ സ്റ്റുഡിയോക്കാർ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ മൊബൈൽ വന്നതോടുകൂടി കൊച്ചു പിള്ളേർ വരെ ചെയ്തു തുടങ്ങിയെന്ന്. എന്ത് ചെയ്യൂന്ന് പറ. പിന്നെ ഈ ക്ലീറ്റസിന്റെ സ്റ്റുഡിയോ ആകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകം ഉണ്ടാവും. അറിയാലോ, ക്വാളിറ്റിയാണ് എന്റെ മെയിന്. ഇയാൾ കാടും പടലും തല്ലാതെ കാര്യം പറയണോ? പറയാ സത്യമേ, മോർഫ് ചെയ്ത് പകരം വയ്ക്കാൻ പറഞ്ഞത് അതാണ് അയാളെ മുഖമായിരുന്നു. സത്യം. കള്ളം, പച്ച കള്ളം. അയ്യോ, ഇതിനൊക്കെ എന്താ തെളിവ്? ഗുരു സാധാരണ പറയുമ്പോഴത്തെ കള്ളല്ലേ ഇത്. ഈ കുട്ടി ഫോട്ടോ മോർഫൻ എന്ന് പറഞ്ഞ് വരുമ്പോ ഞാനും ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില്. ഇവർ രണ്ടാളും കള്ളം പറയുന്നത് സത്യാമ്മ. അയ്യോ, എനിക്ക് കള്ളപ്പണ്ട് എന്താ കാര്യം? സത്യമേ, ഫോട്ടോ മോർഫ് ചെയ്തതിന് 5000 രൂപയാണ് ഈ കൊച്ചു എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നത്. അതിനുള്ള തെളിവ് എന്റെ മൊബൈലുണ്ട്. അല്ലെങ്കിൽ സ്റ്റുഡിയോയിലെ കമ്പ്യൂട്ടർ പരിശോധിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ സത്യമാണെന്ന് സത്യം മനസ്സിലാവും. ഇയാളെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുണ്ട്. ഈ കുട്ടി പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായി. ഈ വീട്ടിലെ ഡ്രൈവറെ കൂടെയാണ് ആൽബം ഷൂട്ട്. അതുകൊണ്ട് ഞാൻ വിഷ്ണു ആശാനോട് വിവരം പറഞ്ഞു.
ഇവിടുത്തെ ഫാമിലി ഫംഗ്ഷനെല്ലാം വർക്ക് ചെയ്യുന്നതിന്റെ നന്ദി ഞാൻ കാണിക്കണമല്ലോ. ഫാമിലി ഫോട്ടോഗ്രാഫറെ ആണോടി കഴുതേ അവിടെ ഉള്ള ഒരാളുടെ ഫോട്ടോ മോർഫ് ചെയ്യാൻ ഏൽപ്പിക്കുന്നേ? പറയുമ്പോ മൊത്തം പറയണോടി കൊരങ്ങേ. ഞാനിപ്പോ പുലിവാല് പിടിച്ചത് കണ്ടില്ലേ? ഇനിയും തെളിവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ 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 ഈ ഫോട്ടോ നോക്കിയേ. അപ്പൊ എല്ലാം മനസ്സിലാവുമല്ലോ. കണ്ട ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെന്താ നോക്കിയേ? എന്താടി അത്? ഭാമേ പിടിച്ച് പോലീസ് ഏൽപ്പിക്ക്. ഇവിടെ ഒറ്റയ്ക്കാവില്ല, വേറെ ആളൊക്കെ ഉണ്ടാവും പിന്നില്. അതാരാണെന്ന് ഇവിടെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഇയാൾ എന്റെ പുക കണ്ടേ അടങ്ങും. അതെന്തിനാ പോലീസ്? ഇവിടെ പോലീസും കോടതിയൊക്കെ ഈ സത്യഭാമയാ. സത്യഭാമയെ വിഡ്ഢിയാക്കാൻ നോക്കിയാലേ ഇവളും മറുപടി പറഞ്ഞേ തീരൂ. പറയിക്കമ്മേ, ഇതിന്റെ പിന്നിലെ സൂത്രധാര ആരാണെന്ന് ഈ പന്തലി വെച്ച് തന്നെ ഇവളെ കൊണ്ട് പറയിക്കണം. പറഞ്ഞോ നീ സത്യം? പറയടി. പറയടി. എടി പറയാൻ. ഇവളെ എങ്ങനെ അടിക്കാതെ സത്യാമ്മേ? എന്റെ മോനെ മോശക്കാരനാക്കാൻ നോക്കി ഇങ്ങനെ ഇരിക്കൂടി. എന്റെ കണക്കിന് ഇതുകൂടി ഇരിക്കടി. പത്മാവതി ഒന്ന് മാറിക്കേ. പെണ്ണിന്റെ അമ്മയുടെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോയെന്ന് നീ കരുതിയോ? എടി ദ്രോഹി, നിന്റെ അമ്മയെ എന്നെ ഇപ്പൊ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നമ്മ, ഞാൻ പറഞ്ഞിട്ട് അവള്. പക്ഷെ ഒന്നും പറയാനും വയ്യല്ലോ. ഈ തള്ളമാരെല്ലാം കൂടി എന്നെ തല്ലി കൊല്ലുവോ ദൈവമേ. എടി മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചാകും നീ. എന്നെ ഇനി തല്ലരുത് സത്യാമേ, ഞാൻ എല്ലാം പറയാം. ഇതിനു മുന്നേ കളിച്ചാരാന്നേ അവിടെ കൊണ്ട് പറയിപ്പിക്കും. ഭാമേ പറയടി. എടി പറയാൻ, ആരാ ഇതിന് പിന്നിലെന്ന്? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് പറയടി. ഞാൻ പറയാം. എന്നാ പറ. നിന്നെ കൊണ്ട് ഞാനിന്ന് പറയിപ്പിക്കും. നീ പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? പറയടി. ഞാൻ പറയാം സത്യമേ. ഇതെല്ലാം പ്ലാൻ ചെയ്തത് വേറൊരാളാ. അയ്യോ പറയല്ലടി വഞ്ചകി. അതാരാണെന്ന് പറയാൻ.